ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചീഫ് സെക്രട്ടറിമാരുടെ മൂന്നാമത് ദേശീയ സമ്മേളനത്തിൽ ഇന്നും നാളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. എംഫിൽ ബിരുദത്തിന് ഇനി മുതൽ അംഗീകാരമില്ലാത്ത സാഹചര്യത്തിൽ കോഴ്സിന് ചേരരുതെന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി UGC വിജ്ഞാപനം. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലും പര്യടനം തുടരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് മുംബൈയിൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് ഒന്നാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ലീഡ്. ISL ഫുട്ബോളിൽ മോഹൻ ബഗാനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. സഹകരണ സംഘങ്ങളെ ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സർക്കാർ പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 10 വർഷത്തിൽ വിവിധ ക്ഷേമ പദ്ധതികളിലൂടെ ഗുണഭോക്താക്കളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം ധൈര്യവും സംതൃപ്തിയും നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പ് യാത്ര ആരംഭിച്ചതിനു ശേഷം ഉജ്ജ്വല ഗ്യാസ് കണക്ഷനായി 4.5 ലക്ഷം പുതിയ അപേക്ഷകൾ ലഭിച്ചതായും 1 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഏകദേശം 1.25 കോടി ജനങ്ങളുടെ ആരോഗ്യ പരിശോധനകൾ നടത്തിയെന്നും 10 കോടി സ്ത്രീകൾ സ്വാശ്രയ ഗ്രൂപ്പുകളിൽ ചേരുകയും ഇവർക്കായി 7.5 ലക്ഷം കോടി രൂപ ബാഗുകൾ നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലും പര്യടനം തുടരുന്നു. ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം, കർഷകർക്ക് ഡ്രോൺ പ്രദർശനം, വീഡിയോ പ്രദർശനം തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടക്കും. കണ്ണൂർ ജില്ലയിൽ ഇന്ന് തില്ലങ്കേരി, മാലൂർ പഞ്ചായത്തുകളിൽ യാത്ര എത്തിച്ചേരും. നഗരസഭകളിലെ പര്യടനത്തിൽ രാവിലെ ശ്രീകണ്ഠപുരം ടൌണിലും ഉച്ചയ്ക്ക് ശേഷം ഇരിട്ടി പാലത്തിന് സമീപവും യാത്ര എത്തിച്ചേരും. യാത്ര എറണാകുളം ജില്ലയിൽ ഇന്ന് രാവിലെ ഇലഞ്ഞിയിലും ഉച്ചകഴിഞ്ഞ് മണീട് ഗ്രാമപഞ്ചായത്തിലും പര്യടനം നടത്തും. മറ്റ് ജില്ലകളിലും വിവിധയിടങ്ങളിൽ യാത്രാ പര്യടനം തുടരുകയാണ്. ലക്ഷദ്വീപിലും യാത്രാ പ്രയാണം തുടരുകയാണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചീഫ് സെക്രട്ടറിമാരുടെ മൂന്നാമത് ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ, ചീഫ് സെക്രട്ടറിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 200-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഭരണ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് 3 ദിവസത്തെ സമ്മേളനത്തിന് ഇന്നലെ തുടക്കമായത്. ഈസ് ഓഫ് ലിവിംഗ് എന്ന പ്രമേയത്തിലൂന്നിയുള്ള സമ്മേളനത്തിൽ ഇന്നും നാളെയും പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കും. സർക്കാരിന്റെ പൊതുവിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഗ്രാമീണ നഗര ജനവിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. വൈദ്യുതി, കുടിവെള്ളം, ആരോഗ്യം, സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾക്കും സമ്മേളനം ഊന്നൽ നൽകും. കൂടാതെ സൈബർ സുരക്ഷ, ഭരണത്തിൽ നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലും പ്രത്യേക സെഷനുകൾ നടക്കും. ചീഫ് സെക്രട്ടറിമാരുടെ മൂന്നാമത്തെ ദേശീയ സമ്മേളനമാണ് ഇത്. കഴിഞ്ഞ വർഷം ജൂണിൽ ധർമ്മശാലയിലും ഈ വർഷം ആദ്യം ഡൽഹിയിലുമാണ് ആദ്യ 2 സമ്മേളനങ്ങൾ നടന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. അടുത്ത വർഷം റഷ്യ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുടിൻ ക്ഷണിച്ചു. അടുത്ത വർഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിനാൽ തന്നെ ഇന്ത്യ ആഭ്യന്തര വിഷയങ്ങളിൽ തിരക്കിലായിരിക്കുമെന്ന് താൻ മനസ്സിലാക്കുന്നതായും പുടിൻ വ്യക്തമാക്കി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എംഫിൽ ബിരുദത്തിന് ഇനി അംഗീകാരമില്ലാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കോഴ്സ് വാഗ്ദാനം ചെയ്യരുതെന്നും 2023-24 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നതായും കമ്മീഷൻ സർവകലാശാലകൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ 2022 പുറപ്പെടുവിച്ച പുതിയ നിയന്ത്രണങ്ങളുടെ അറിയിപ്പ് തീയതി വരെ നൽകിയ എംഫിൽ ബിരുദം സാധുവായി തുടരുമെന്നും UGC അറിയിച്ചു. എംഫിൽ ബിരുദം ഇനി മുതൽ അംഗീകൃതമല്ലെന്നും അഡ്മിഷൻ നൽകുന്നത് നിർത്തിവെക്കണമെന്നും UGC നേരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മുസ്ലിം ലീഗ് ജമ്മു കാശ്മീർ മസ്രത്ത് ആലം വിമത വിഭാഗത്തെ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചു. സംഘടനയും അതിലെ അംഗങ്ങളും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. രാജ്യത്തിന്റെ ഐക്യത്തിനും പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും എതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കേന്ദ്ര സർക്കാർ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന്
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. മധ്യ ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമനാവിക ആക്രമണത്തിൽ വ്യാപക നാശം. വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര ആഹ്വാനങ്ങൾക്കിടയിലാണ് ഹമാസിനെ തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം. യുദ്ധം ഇനിയും നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേവി പറഞ്ഞു. ഇന്നലെ നടന്ന ആക്രമണത്തിൽ 3 സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ 195 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 325 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ന് കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് AICC രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാഗ്പൂരിൽ നടക്കുന്ന റാലിയിൽ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പങ്കെടുക്കും. കൊപ്രയുടെ പുതുക്കിയ താങ്ങുവിലയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 2024 സീസണിൽ മില്ലിംഗ് കൊപ്രയ്ക്ക് 300 രൂപയും ഉണ്ടക്കൊപ്രയ്ക്ക് ക്വിന്റലിന് 250 രൂപയും വർദ്ധിക്കും. മില്ലിംഗ് കൊപ്രയ്ക്ക് ക്വിന്റലിന് 5250 രൂപയായിരുന്നത് ഇനി 11160 രൂപയാകും. ഉണ്ടക്കൊപ്രയ്ക്ക് ക്വിന്റലിന് 5500 രൂപയായിരുന്നത് 12000 രൂപയായി വർദ്ധിക്കും. ഈ വർഷത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല നടയടച്ചു. മകരവിളക്ക് മഹോത്സവത്തിനായി മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന് സമാപനം കുറിച്ച് ഇന്നലെ രാത്രി 10-ന് ക്ഷേത്രം മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നടയടച്ചത്. ജനുവരി 15-നാണ് മകരവിളക്ക്. അന്ന് പുലർച്ചെ 2:46-ന് മകരസംക്രമ പൂജ നടക്കും. ആഘോഷങ്ങൾ മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള അവസരമാണ് സൃഷ്ടിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. കണ്ണൂർ തളിപ്പറമ്പിൽ നടക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആഘോഷങ്ങൾ ആളുകൾക്ക് സന്തോഷിക്കാനുള്ളതാണെന്നും അങ്ങനെ സന്തോഷിക്കാൻ മാത്രമായി ഒരു ഫെസ്റ്റിവൽ എന്ന ആശയം കയ്യടി അർഹിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുക. ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയനിൽ നടക്കുന്ന ഫ്രീഡം ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ഇന്ത്യയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 5 വിക്കറ്റ് നഷ്ടത്തിൽ 256 റൺസ് എന്ന നിലയിൽ. രണ്ടാം ദിവസം കളിയെ നിർത്തുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് 11 റൺസിന്റെ ലീഡ് നേടാനായി. ഇന്നലെ 8 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് എന്ന സ്കോറിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ഇന്ത്യ 245 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ന് മത്സരം പുനരാരംഭിക്കും. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ജയം. ആദ്യ പകുതിയിൽ നേടിയ 1 ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് 26 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. ഗോവയാണ് 2ാം സ്ഥാനത്ത്. ഇന്ന് മുംബൈയിൽ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈയിൻ FC മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. ജമ്മു കശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ അടുത്തിടെയുണ്ടായ ഭീകരാക്രമണം കണക്കിലെടുത്ത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രജൌരി പൂഞ്ച് സെക്ടറിലെ സന്ദർശനത്തിനിടെ സൈനികരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലെത്തിക്കാനും മൊത്തം ലാഭം 148 കോടിയായി ഉയർത്താനും കേരള സർക്കാരിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെയും പുതിയ ഓഫീസ് മന്ദിരത്തിന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ മാറ്റിവെച്ച നവകേരള സദസ്സിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ മന്ത്രി P രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. ജനുവരി 1-2 തീയതികളിലാണ് ഇവിടെ നവകേരള സദസ്സ് നടക്കുക. രാജ്യവികസനത്തിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം വെഞ്ഞാറമൂട് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചീഫ് സെക്രട്ടറിമാരുടെ 3ാമത് ദേശീയ സമ്മേളനത്തിൽ ഇന്നും നാളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. MPhil ബിരുദത്തിന് ഇനി മുതൽ അംഗീകാരമില്ലാത്ത സാഹചര്യത്തിൽ കോഴ്സിന് ചേരരുതെന്ന് വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി UGC വിജ്ഞാപനം. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലും പര്യടനം തുടരുന്നു.
ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഉച്ചയ്ക്ക് മുംബൈയിൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് ഒന്നാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ലീഡ്. ISL ഫുട്ബോളിൽ മോഹൻ ബഗാനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.